വീടുകളിലെ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ പലരും നോക്കിക്കാണാറുള്ളത് പുച്ഛത്തോടെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്ത ധീരമായ പ്രവൃത്തിയിലൂടെ തിരിച്ചു കിട്ടിയത് ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ജീവനും അതുപോലെ തന്നെ മാനവുമാണ്. കഴിഞ്ഞ നവംബർ 8-ാം തീയതി വൈകിട്ട് നൂറനാട് ഇടക്കുന്നത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. സ്കൂൾ വിട്ട ശേഷം വിജനമായ സ്ഥലത്തുകൂടെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 13 വയസ്സുകാരിയായ പെൺകുട്ടി. എന്നാൽ കുട്ടി നടന്നു പോകുന്നതിനിടയിലാണ് റോഡ് സൈഡിൽ ഒരു സ്കൂട്ടറിൽ മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ചുകൊണ്ട് ഒരാൾ നിന്നിരുന്നത്. കുട്ടി അടുത്തെത്തിയതോടെ ഇയാൾ തന്റെ നഗ്നത പെൺകുട്ടിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് അവിടെ മറ്റാരുമില്ലെന്ന് മനസ്സിലായതോടെ പെൺകുട്ടിയെ ഇയാൾ ബലമായി പിടിച്ചു വലിക്കുകയും തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാനായി ശ്രമിക്കുകയുമായിരുന്നു. പ്രദേശത്ത് നല്ല മഴയായതിനാൽ ആരും തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്താണ് അവിടേക്ക് ദൈവദൂതരെ പോലെ 2 ഹരിതകർമ്മ സേനാ പ്രവർത്തകർ എത്തുന്നത്. കുട്ടിയെ വീട്ടിലേക്ക് വലിച്ചു കയറ്റുന്നത് ഇവർ കാണാനിടയാവുകയും 2 പേരും ചേർന്ന് ബഹളം വയ്ക്കുകയുമായിരുന്നു. ഇതോടെ ഇയാൾ കുട്ടിയുടെ പിടിവിട്ട സ്കൂട്ടറിൽ രക്ഷപ്പെടാനായി ശ്രമിച്ചു. ഇയാൾ സ്കൂട്ടർ എടുത്തു പോയതോടെ ഹരിതകർമ്മ സേനാ പ്രവർത്തകയായ മഞ്ജു സ്കൂട്ടറിലും ഷാലി ഹരിതകർമ്മ സേനയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലും ഇയാളെ പിന്തുടർന്നു. തുടർന്ന് പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒതുക്കിയ യുവാവിനെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും തള്ളിയിട്ട ശേഷം സ്കൂട്ടർ ഓടിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. താഴെ വീണ മഞ്ജുവിന് ചെറിയ പരിക്കും പറ്റിയിരുന്നു. ഇത് കണ്ട പുറകെ എത്തിയ ഷാലി ഒട്ടും പതറാതെ ഓട്ടോറിക്ഷയിൽ യുവാവിനെ പിന്തുടർന്നു. തുടർന്ന് പാറ ജംഗ്ഷൻ പിന്നിട്ട് പടനിലം ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ഷാലിയുടെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയിലെ ചാർജ് തീർന്ന് നിൽക്കുകയായിരുന്നു. ഇതോടെ ഷാലിയും അവിടെ നിന്ന് മടങ്ങി. തുടർന്ന് 3 ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലുള്ള ഒരു സ്കൂട്ടർ നൂറനാടുള്ള ചായക്കടയ്ക്ക് മുന്നിലിരിക്കുന്നത് കണ്ട സംശയം തോന്നിയ മഞ്ജു മൊബൈലിൽ പടമെടുക്കുകയായിരുന്നു. തുടർന്ന് ഇത് പോലീസിനെ കൈമാറുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ദിവസം പെൺകുട്ടിയും പിതാവും സ്കൂട്ടറിൽ വരുമ്പോൾ വഴിയിൽ വെച്ച് പ്രതി സ്കൂട്ടറിൽ പോകുന്നത് കണ്ട ഇയാളെ പിന്തുടർന്ന പിതാവിന് വാഹനത്തിൽ നിന്ന് വീണ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്നും പ്രതി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുപോയി. വീട്ടിൽ സ്ഥിരമായി താമസിക്കാത്ത ഇയാൾ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. തുടർന്ന് ഇന്നലെ വെളുപ്പിനെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ഗർഡറുകൾക്ക് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ഇയാളെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. ഭരണിക്കാവ് പള്ളിക്കൽ കൊടുവരയ്യത്ത് തെക്കേതിൽ ലക്ഷംവീട് കോളനിയിൽ പ്രവീൺ എന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത്. പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനും മറ്റൊന്നും നോക്കാതെ പ്രതിയെ പിടികൂടാനും ശ്രമിച്ച മഞ്ജുവിനും ഷാലിക്കും ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.